Hey guys, പഠിക്കാൻ പഠിച്ചെടുക്കാൻ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സാറ് നമ്മെ നിൽക്കുന്നത് മൈൻക്രാഫ്റ്റ് ഹാർഡ്കോർ പാർട്ട് 4 ആയിട്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ട് ലൈക്ക് ഓക്കെ. ആൻഡ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഞാൻ കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞായിരുന്നു ഇന്ന് ഗ്രാൻഡ് ഫാദർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നു. ബട്ട് ഞാൻ ഓഫ്ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഫ്ലോർ ഫുള്ളാണ്. ബട്ട് നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് വേറെ ഇതില്ല, വുഡില്ല. അപ്പോൾ വുഡ് മിക്കവാറും ഇപ്പോൾ തീരും. അപ്പോൾ നമുക്ക് പുതിയൊരു വുഡൊക്കെ മൈൻഡ് ചെയ്താൽ നിങ്ങളത് ക്ഷമിച്ച് കാണുക പ്ലീസ്. ഓക്കെ. ആൻഡ് ഞാൻ ഈ വീടിനുള്ളിലായിരുന്നു എപ്പോഴും ഇൻട്രോ എടുക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തുനിന്ന് ഇൻട്രോ എടുക്കണം, വേറെ ഒന്നും കൊണ്ടല്ല. ആൻഡ് ഞാൻ ഇന്നലെ ഓഫ്ലൈനുള്ളിൽ കംപ്ലീറ്റ് പറഞ്ഞില്ലേ. ലെറ്റ്സ് ഗോ ബ്രോ. നോക്കൂ ഗൈസ്, ഫുള്ള് ഇവിടെ ഫുൾ ബ്രിഡ്ജ് ലോഗും വെച്ച് ഫുൾ ഡിസൈനൊക്കെ വെച്ച് ഗ്ലാസ് ഉള്ളും വെച്ച് 2 ബ്ലൂ ബെഡ് വെച്ച് പിന്നെ ഒരു ഫർണേഴ്സ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ തൽക്കാലത്തേക്കുള്ള സ്റ്റോറേജ്. പ്രോജക്റ്റ് ബോർഡിൽ നമ്മൾ മെഗാ സ്റ്റോറേജൊക്കെ വരുന്നുണ്ട്, ഞാൻ വഴിയെ പറഞ്ഞു തരാം. അയ്യോ വീട്ടിലേക്ക് റോഡ് രാത്രി ഇവിടുന്ന് ഈ ഇൻട്രോഡ് ചുമയ്ക്കുക തേങ്ങ. പിന്നെ പറയുക ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മ അല്ല ഓപ്ഷനിരുന്നേ ചെയ്യുന്ന പറഞ്ഞില്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഈ സ്റ്റോറേജിൽ സാധനങ്ങളൊക്കെ എടുക്കുകയായിരുന്നു, സ്റ്റോറേജ് വെക്കുകയായിരുന്നു. ഇപ്പോഴൊരിക്കൽ ഇപ്പുറം നിന്ന് ആ സ്റ്റോറേജ് ഇങ്ങനെ തേങ്ങ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൊട്ടിച്ച ചൂടൊക്കെ ഫുൾ അലമ്പായി. പിന്നെ ഞാൻ റീക്രിയേറ്റ് ചെയ്താണ് ഇന്നത്തെ പണി നടത്തണ്ടേ. സ്കൂളിൽ കട്ടിയാണ് നല്ല വീഡിയോ. അപ്പം എല്ലാ സാധനങ്ങളും എടുത്തോ. ചിരി സാധനങ്ങളുള്ളൂ, കയ്യിൽ ഇത്ര ഉള്ളൂ. ഇനിയും മൈൻഡ് ചെയ്യാൻ പോണ ശോകമാണ് പോലെ. നമുക്ക് സ്റ്റെയർ ഉണ്ടാകണം ഫസ്റ്റ്. സ്റ്റെയർ ഇവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോകണം അതിൻ്റെ പ്ലാൻ. എൻ്റെ പ്ലാൻ വെച്ചാൽ അത് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ ചോദിച്ചാണ് പോലെയാണ് എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ ചെയ്താലോ എന്നുള്ള ഐഡിയ ഉണ്ട്. സ്റ്റെയർ ഇവിടെ കിട്ടും. എടി ഈ സ്റ്റെയറാണ് ശോകരുള്ള. ഓ നോ, ഒന്ന് മാറ്റി വെച്ചു. എനിക്കൊന്ന് ഉണ്ടാക്കണമെന്ന്. സ്റ്റെയർ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ നമുക്ക് 8 സ്റ്റെയറൊന്നും പോരെ ബ്രോ, 12 ഇച്ചിരി കൂടെ ഉണ്ടാക്കാം. ഓക്കെ 8 എത്ര മതി, 16 എണ്ണം. ലെറ്റ്സ് ഗോ, നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ അല്ലേ ഇവിടെ നിന്ന് തുടങ്ങിയാൽ ഇവിടെ നിന്ന് ലെറ്റ്സ് ഗോ. ഇവിടെ ഇപ്പം 4 ബ്ലോക്ക് വെക്കാനുണ്ട് നമുക്ക്. സൗണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കറുവിടാക്കാം. ഇവിടെ ചെയ്യല്ല ഇവിടെ പറഞ്ഞിട്ട്. ഓ നോ, ഇങ്ങനെയല്ല, ഇങ്ങനെ വെച്ചാലോ, ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ വെച്ചാൽ. ഓ ഇല്ല, ഒരു ഡിസൈൻ ഉദ്ദേശിച്ച് നടക്കൂല. ആൾക്കാർ ഇതൊന്നും വെച്ചാൽ ഇത് വേണ്ട. ആൻഡ് ഒരു ബ്ലോക്ക് കൂടെ വെച്ചെത്തി. കാസ്കോ ഇതാണ് നമ്മുടെ സ്റ്റീറും കാര്യങ്ങളും. ഇനി നമുക്ക് മേളിൽ ഫുൾ ഇതേപോലെ തന്നെ ബ്രിഡ്ജ് വെക്കണം. ബ്രിഡ്ജാണ് നമുക്ക് ഇതാക്കാം, ഫുള്ള് ബ്ലോക്ക് വെക്കാം. ബ്ലോക്ക് ലെറ്റ്സ് ഗോ. 3 സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക്.
വെക്കാം. എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ താഴെ അമ്മ വെച്ചത് ഈ താഴെ വെച്ചത് ഡിസൈൻ ഫുള്ള് വെച്ചേക്കണതും ഫ്ലോർ ഫുള്ള് വെച്ചേക്കണതും നമ്മൾ ബ്രിഡ്ജാണ്. അപ്പം മേളിൽ നമ്മൾ ഉദ്ദേശിക്കണത് ഓക്ക്. അതിന് ഡിസൈനും ഇതൊക്കെ ബ്രിഡ്ജ് ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണത് എന്തും വെച്ച് ബ്രിഡ്ജും വെച്ച് അങ്ങനെ ഒരു കോമ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്കാണ് താഴെ ഈ റൂം സെറ്റ് ചെയ്തേക്കണേ. എന്താണെന്ന് വെച്ചാൽ മേളിൽ ഇത് ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് താഴെ സെറ്റ് ചെയ്യണേ. താഴെ സേഫല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ കണ്ടില്ല, ഞാൻ ഇന്നലെ ചെസ്റ്റ് വർക്കാൻ ക്രീപ്പർ വന്ന് അടുത്ത് നിന്ന് പൊട്ടി തെറിച്ച് ചത്ത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല. ചത്തില്ലെന്നുള്ളൂ, ബാക്കി 2.5 ഹേട്ട് ഉണ്ടാകുന്നുള്ളൂ, ചത്തില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ താഴ്ത്തുനിന്ന് വെച്ച് മേളിലേക്കാക്കും. ഇതേ ഒരു ഇതിന് ഒരെണ്ണോടി കൂട്ടാം. ഇങ്ങനെ എടുത്തിട്ട് എടി ഇവിടെ ഒരെണ്ണോട് വെക്കാളാ. ഇവിടെ വെക്കാം. ചില ഇവിടെ വെച്ചാൽ പോയി. ഓക്കെ, ഇനി ഇവിടെ ഫുള്ള് ഇങ്ങനെ 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 ഫുഡ് തികയുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. തികഞ്ഞില്ലെങ്കിൽ നമ്മൾ വെട്ടാൻ പോവും. അവിടെ കണ്ടില്ലേ ബ്രിഡ്ജ് നേരെ നിൽക്കണത്. ബ്രിഡ്ജിൻ്റെ അധികം ആവശ്യം വരില്ല, ആ ഡിസൈൻ വർക്ക് മാത്രമേ ഉള്ളൂ. ബട്ട് ഫ്ലോ മിക്കവാറും ഓക്കിനാണ് എടുക്കാണ്ട് വരും. കണ്ടോ നമ്മൾ ഇത് വെട്ടണം പുള്ളി വേണം. ഒരു ഫ്ലിൻഡാൻസിലുണ്ടെങ്കിൽ അങ്ങോട്ട് കത്തിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പോയിട്ടുണ്ട്. ഇപ്പം ഇതും വെച്ച് നമ്മൾ വെക്കും. ഈ അവിടെ ഇവിടെയൊക്കെ കാണുന്ന വുഡ് കിട്ടിയാൽ തന്നെ പൊളിഞ്ഞു പോയിക്കോളും. പിന്നെ വുഡ് എവിടെയൊക്കെ ഇരിക്കുന്നത് കാണാതില്ല, ലീഫ് കാരണം. നമുക്കൊരു ട്രീ ഹൗസ് ഒന്ന് സെറ്റ് ആക്കടോ. അത് നമുക്ക് ഫ്യൂച്ചർ സെറ്റ് ആക്കണം. താഴ്ത്തേക്ക് തേങ്ങ ഫ്യൂച്ചർ വർക്ക്സാണ് അതൊക്കെ. ട്രീ ഹൗസൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ട്രീ ഹൗസൊക്കെ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. നമ്മൾ പ്രൊജക്റ്റ് ബോർഡിൽ ആഡ് ചെയ്യും. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യും. അതൊക്കെ അത്രയുള്ളൂ. ചത്തില്ലെങ്കിൽ ആർക്കൊരു ചത്തില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ പ്രോജക്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. തികഞ്ഞല്ലോ, ഇത് തികഞ്ഞാൽ മതിയായിരുന്നു. തികഞ്ഞിട്ട് തികഞ്ഞെങ്കിൽ എത്തൂല. എന്തൊരു എത്താതെ ഇത്രയും പോലെ എത്തല്ലേ മൈൻക്രാഫ്റ്റ് എന്തിനാ കളിക്കാൻ? അല്ല ഇത് എത്ര ഉള്ള നേരത്തെ ഒക്കെ എത്തുന്നു. ഇല്ല, തീർന്ന് വുഡ് തീർന്ന് ഫുള്ളും തികയില്ല. ബാക്കി 10 എണ്ണമെങ്കിലും നമ്മൾ വെട്ടേണ്ട കാര്യം പോയി. ബാക്കിന് ഇത് വെട്ടുമ്പോൾ ഇച്ചിരി കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പം വെട്ടും ഫുള്ളും, അപ്പോൾ ഇച്ചിരി കിട്ടും. തീർന്നു. ഫണ്ടാസ്റ്റിക്. നല്ല അറിയാണ്ട് ഈ സ്ലിപ്പ് ചെയ്ത് കൂടിപ്പോയി. ഇല്ലെങ്കിൽ അതെടുത്ത് നമുക്ക് ഇതാക്കാറുന്നു. ഫണ്ടത്രയും കാട്ടി. ഓ ബ്രോ, കറക്റ്റ് തന്നെയാണോ. ബാക്കി വന്ന് പറഞ്ഞേ. ഇതും കൂടി ഈ ഒരു ബ്ലോക്ക് കൂടി മതി. ഒരെണ്ണത്തെ 2 എണ്ണം കിട്ടണേ, 4 എണ്ണം ലാഭം. ഓക്കെ, നമ്മൾ അങ്ങനെ ഫൈനലി സെക്കൻഡ് ഫ്ലോറിൻ്റെ ഫ്ലോർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ വെട്ടിക്കണം. ഈ ചുപ്ലി ഇടുന്ന വെട്ടിക്കല്ലേ. അവിടെ ചെന്നിട്ട് ഷോട്ടിമാരുണ്ടായിരിക്കുന്ന കൊല്ലു. ഇത്ര വലിയ മരമൊക്കെ എന്തിനാണോ ഈ മോജ അങ്ങനെ വെട്ടാണ്. ഇത്ര വലിയ മര കൊണ്ടിട്ട് എനിക്കെന്ത് കേട്ടാൻ? ഇത്ര വലിയ മരം ഉണ്ടായിട്ട് വലിയ തന്നെ ഉള്ളിനെ വിരിച്ചാണ്. ഇത് വെയിൻസായി അല്ല, എന്ത് വലിയ തേങ്ങ.
ഇങ്ങനെ ഒരു ട്രീ അപ്പുറത്ത് അവിടെ നിന്ന് കിട്ടി ഞാൻ അവിടെ പോയി ട്രീ ഹൗസ് ഉണ്ടാക്കിയാലോ. വീടിൻ്റെ മേളിൽ തന്നെ ഉണ്ടാക്കണം. പിന്നെ വീടമ്മ ഉണ്ടാക്കാണല്ലോ ഉണ്ടാക്കണം. ഈ വുഡൊക്കെ വെട്ടിക്കളയാം. അപ്പം കോഴിക്കോട് തന്നെ വുഡും കിട്ടും. അപ്പം അത്യാവശ്യത്തിന് ഫുഡ് കിട്ടും. അത്യാവശ്യം ധാരാളം ഫുഡ് പക്ഷേ ഫുഡ് കിട്ടുന്നുണ്ട്. ഇവിടെ ഇനിയും ഉണ്ടാ മേളിലേക്ക്. ഇതെന്ത് അൺലിമിറ്റ് ആണോ മരം? എല്ലാവരും എന്താ പറയുക, എന്തോരം മേളിലേക്ക്. ഇത് ഫുള്ള് ഞാൻ പറ്റി തീർത്തിട്ടുള്ളൂ. എനിക്ക് വേറെ വല്ല സീപ്പ് എടുത്താൽ പറഞ്ഞു. എനിക്ക് പറയാൻ വെച്ചിട്ട് ഇത്ര ഉണ്ടാക്കിയാണ് പ്രൊജക്റ്റ്. വില്ലേജിലേക്കൊക്കെ പോയിട്ട് ആളുകളെന്ന് പറയാൻ വില്ലേജിലേക്ക് പോയിട്ടും കുറച്ച് ദിവസമായിട്ടുണ്ട്. ഒരു പട്ടി പോണുണ്ടോ ഇവിടെ അല്ല അവിടെ ബോണുണ്ടായിരുന്നു. എടുത്ത് കളഞ്ഞടാ. ചോറിന് കൊള്ളില്ലാന്ന് പറഞ്ഞെടുത്ത് കളഞ്ഞ്. കാക്ക തിക്കുവാൻ വിചാരിക്കാൻ വെട്ടി വിളിക്കുന്ന ചാവോരോ. ഇതെന്ത് വലിയ ട്രീയാ. അപ്പൊ ഇത് താഴെ വരെ ഉണ്ടായിരുന്ന സാധനമാണ്. കാര്യം താഴെ വരെ ഉണ്ടായിരുന്നത്. ഇത് ഇങ്ങനെയാണ് അല്ലടാ. ചത്ത് എൻ്റെ ശവല് പൊട്ടും. മൂന്നാമത്തെ ശവല് ഞാൻ ഉണ്ടാകണ്ടായിരുന്നു. ഇനി പൊയ്ക്കോളൂന്ന് വിശ്വസിക്കുന്നു. ഞാൻ എടുത്തേക്കാം. മോൺസ്റ്റർ നിയർ ബൈ. ഇതാണ് കുഴപ്പം. ഇതാണ് അടിയിൽ കിടക്കാറുണ്ട്. അടിയിൽ കിടന്ന് ഇതാക്കാൻ വഴിയുണ്ടാക്കി. ഒരു പൊട്ടുന്നുണ്ടെങ്കിൽ നോക്ക്. പെട്ടെന്ന് ഇത് ചെയ്യണം. ഇല്ലെങ്കിലോ വെള്ളം ഉടച്ചും വെച്ച വെള്ളം ചെയ്യട്ടെ. വെച്ചെടുക്കാൻ പോകണമെങ്കിൽ എടുത്തെടുക്കാൻ പോകണമെങ്കിൽ വെച്ചിട്ടണം.
ഇനിയും എടുക്കണേ വെട്ടാൻ 12 എണ്ണം. ഇവിടെ നിന്ന് വീടാണ് അടിച്ചു നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇത്ര അടുത്തുണ്ട് കാണാനുള്ള. വീടിൻ്റെ ബാക്കിൽ വെച്ചിട്ട് അപ്പുറത്തോളം വരും. വെച്ച് വെട്ടാൻ അപ്പുറത്തില്ലെങ്കിൽ ഇപ്പുറത്തേക്ക് വരും. ഇവിടെ നിന്ന് കാണാം വീടായിട്ടങ്ങനെ കൊണ്ട് വെച്ച അത് സ്ട്രിപ്പ് ചെയ്തെടുത്താണ്. 32 പോര വെച്ചു. ഇനി വേണം ചെറിയ ഒരു ചെറിയൊരു ഇഷ്യൂണത്. കായ കണ്ട അത് വാതിൽ കാറ്റത്തൊന്നും അടഞ്ഞ് ഇല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനാണെങ്കിൽ മൈക്ക് വെച്ചിട്ടുള്ള മൈക്കിനെ ലൈവിന് മാത്രമേ എടുക്കാറുള്ളൂ. ഇത് ഏത് ഐലൻഡിൽ ഇപ്പം ഞാൻ മറന്നിട്ടുണ്ട്. വഴി മറന്ന് ഓർമ്മ വന്നാൽ പോവാം. ബ്രിഡ്ജ് കെട്ടി വെച്ച് അപ്പുറത്തെ ഐലൻഡിലെത്തി. അപ്പുറത്തെ ഐലൻഡിൽ നടുക്കങ്ങാണ്ട് എത്തിന്. ഇവിടുന്ന് വേണമെങ്കിൽ ഞാൻ തപ്പണം. ഇച്ചിരി ആകണുണ്ടല്ലേ, ക്ഷമിക്കുക. ഇച്ചിരി ആകണ്ട എനിക്ക് തോന്നുന്നുണ്ട്. ഇവ ഗെയിമിൽ ലാഗുണ്ടെങ്കിൽ വീഡിയോ അത്യാവശ്യം ലാഗ് വരും. എനിക്ക് ലാഗ് വരുന്ന സമയത്ത് ഈ മോജ് അങ്ങനെ ഈ മണ്ണിൻ്റെ വെള്ളം ഇതാണ് ഉണ്ടാക്കി. അങ്ങനെ ഇത് കയ്യിൽ കൂടണത് എന്തോരോന്ന് അറിയാമോ? കുറേ ഉണ്ട്. കറി ഇടും. വയ്യാത്ത സാധനങ്ങൾ കുറേ കൊണ്ടുവന്നോളും മോജ. തലക്കോളാണ്. പക്ഷെ ഇനി പോവാൻ നമുക്ക് ഇത്രയും പിച്ചൊക്കെ മതി. എൻ്റെ ആക്ഷൻ ശവളി ഇപ്പോൾ പോട്ടോ. ഇനി ഇവിടെ നിന്ന് സ്ഥലം കണ്ടിട്ട് ദൈവമേ, ഏത് ഉച്ചക്കത്തൊക്കെ വെട്ടത്. എവിടെ വീട് വന്ന വഴി എവിടെയാവോ? ആദ്യമേ വീട് എവിടെ എന്ന് നോക്കട്ടെ. ഇല്ലാണ്ട് നാട്ടില്ല. റോഡിൻ്റെ കാണണം. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു ഇവിടെ അവിടെ ആയിട്ടാ വീടെന്ന് തോന്നുന്നു. അവിടെ വീട്. എന്തായാലും ഞാൻ വേറെ ഐലൻഡിലേക്ക് വന്നായിരുന്നു. ഇതായിട്ട് ഐലൻഡ് ഏകദേശം എൻ്റെ വീടിരിക്കുന്നത്. അതെ, ഇവിടെ ഞാൻ ബ്രിഡ്ജൊക്കെ പൊട്ടിച്ചിട്ടാണ് എടുക്കാൻ പറഞ്ഞു. ഇവിടെ ആയിരിക്കും വീടത്. ഇവിടെ വീടത്. ഇവിടെ പെർഫെക്റ്റ്. ഐ എം ഹിയർ. പക്ഷെ നമുക്ക് പണി കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ തുടങ്ങിയില്ലേ പണി കിട്ടും. എന്താണെന്ന് വെച്ചാൽ അടുത്തത് എനിക്ക് വയ്യ ഈ മാനത്തിനെ കൊണ്ട്.
വീടുണ്ടാകാൻ എല്ലാ കാലത്തും മരം ഉണ്ടാവും. ദൈവമേ, മരം വെട്ടിനാലും മരം വെട്ടുകയല്ല. 2 3 4 ഇതെല്ലാം എല്ലാത്തിൻ്റെ ഹൈലൈറ്റ്. അല്ല ഹൈറ്റ് 2 3 4 1 2 3 4 1 ഇവിടെ 1 2 3 4 1 എൻ്റെ പൊന്ന മരമേ ഒന്ന് മാറിക്കാണ്ട്. 1 2 3 4 എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കണം. കാരണം എല്ലാവരും ജോയിൻ ചെയ്യിപ്പിക്കണം, അതാണ് നമ്മളെ പോളിസി. 1 2 3 4 എന്നിട്ട് ജോയിൻ ഹിയർ. എൻ്റെ പൊന്ന് മോനെ, നീ പൊളിയാ, നീ സൂപ്പറാ. എനിക്ക് മാത്രമേ കഴിവുള്ളൂ, വേറെ ആൾക്ക് അതും പോയി. ഈ ലാസ്റ്റ് എടുക്കാൻ മതി. പിന്നെ ഇന്നലെ അമ്മ വീഡിയോ ഇട്ട് അതിന് നല്ല ലൈക്കും നല്ലോണം കമൻറ്റൊക്കെ കിട്ടി. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അതെല്ലാവരും കമൻറ്റ് ലൈക്ക് മാത്രം ചെയ്യാണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് റൂട്ട് 200 സബ് പറയാൻ പറഞ്ഞത്. റൂട്ട് 200 സബ്ബാണ്. ലെറ്റ്സ് ഗോ. നിങ്ങൾ 100 അടിപ്പിച്ചാൽ നിങ്ങൾ റൂട്ട് 200 സബ്. ലെറ്റ്സ് ഗോ ബ്രോ. എന്താണ് നിങ്ങൾക്കൊരു പോരാത്തത്? ഒരു പിക്കപ്പ് ലൈൻ അടിക്കട്ടെ. പിക്കപ്പ് ലൈനൊക്കെ പറയുമ്പോൾ അത് വിളിച്ചാൽ പിക്കപ്പ് ലൈനാണ്. ഞാൻ ചെയ്യും വീഡിയോ, നിങ്ങൾ ചെയ്യണം സബ്. നിങ്ങളെല്ലാവരും ചെയ്യും ലൈക്ക്. കൊള്ളാൻ മതി കമൻറ്റ് ചെയ്യും. എനിക്ക് ചാള ഇട്ടവന് കൊള്ളു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആളിയ മൂഞ്ചി തീർന്ന് വടിയായി. ഇനിയും വേണം ഫുഡ്, എനിക്ക് വായ. അളിയ മൂഞ്ചിയാ തികഞ്ഞില്ല. ഇത് തികയോർന്ന് ഈ ജോയിൻ ചെയ്യാൻ ഉള്ളതുകൊണ്ടും കൂടിയാണിത് ഇതാകാത്തത്. തീർന്ന് ജോയിൻ ചെയ്യാനില്ല. ഇനിയിപ്പോൾ എവിടെ നിന്ന് എടുക്കും? എനിക്കൊന്നുകൂടെ ഇനിയും അപ്പുറത്തായാലും എന്തി പോകണം. സ്കെൽറ്റൻ അല്ലേ പോണത്. എന്തായാലും സ്കെൽറ്റൻ മണേനും പോടിക്കോ. ഇവിടെ ആയിട്ട് നമുക്ക് ഷാപ്പിങ് നട്ടേക്കാം. ഈ 4 ഷാപ്പിങ് ഇരിക്കട്ടെ. ഇവിടെ വളർന്നിട്ട് നമുക്ക് അങ്ങനെ പോകണ്ടത്. ആ കയറി ബെഡ് എടുത്തിട്ട് കിട്ടിയെന്ന് വരാം. ബെഡ് എടുക്കട്ടെ. ഐക്യു പ്ലേൻ്റെ ഒരു ബെഡ് എടുത്തായിട്ട് കിട്ടിയെന്ന് ആവശ്യമുണ്ട്. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മോൺസ്റ്റേഴ്സ് നിയർ ബൈ. ഉറങ്ങിക്കോട്ടെ. മറ്റേ വഴി വരും. ഇറങ്ങി വെക്കോ. ദേവരാജൻ നിൽക്കണ ഓടിക്കോ. തള്ളി എടാ ഓർഡറാ മോനെ. ഞാൻ ഫുഡ് അടിക്കില്ല. ഉറങ്ങുണ്ടോ അവൻ? എടാ സ്റ്റക്കാ. അയ്യോ വിളിക്കോ. ഷാപ്പിങ്ങിനൊക്കെ എടുത്ത വഴി കാണണം. തുറക്ക് ബാക്കിലാണ്. ചാട്. ചച്ചാ നിൽക്കുമ്പോഴാണ് 3D വേർഷൻ അല്ല 3rd വേർഷൻ. ഈ മരം
ഇവിടുത്തെ പകുതി വെച്ച് തിരിച്ച് ഇതിനൊക്കെ വൃച്ചക്കാണ് ഇങ്ങനെ അടിക്കുക. ഈ വെച്ചിട്ടൊക്കെയോ ഞാൻ ഇവിടുത്തെ പകുതി വെച്ച് തീർത്ത്. ഓക്കട്ടെ ഇനി വേറെ എന്നതറിയാമോ? ഓക്കൊന്നും ഇല്ല. ഓക്കെ തീരും 15 ഓക്കുള്ളു. ഓക്കിനെ വന്നെടുക്കും വട്ടാഞ്ചേരിന്ന് കാട്ടാക്കടയിൽ. ഇതൊക്കെ മൈൻക്രാഫ്റ്റ് ഓർഡർ ചെയ്യാനുള്ള സംഭവമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വരയ്ക്ക് ഫ്രീ ആയിട്ട്. എല്ലാം ഫ്രീ. എന്തിനാണോ ഞാൻ ഈ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടായി പക്ഷെ മോഡേൺ ഇത് നല്ല ആരും സർവൈവൽ കളിക്കുക, ഹാർഡ്കോർ കളിക്കുന്നവർ ഹാർഡ്കോർ കളിക്കാം, ക്രിയേറ്റ് ചെയ്യാൻ കളിക്കാം. പിന്നെ ഫ്രീ ആയിട്ടെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞൊരു മോഡ് നമുക്ക് മോചാൻ വെച്ചിട്ടുള്ളത്. അതെടുത്താണ് കളിക്കുക. അങ്ങനെ മോചാൻ പറയുന്നുണ്ടെങ്കിൽ ഉണ്ടാകുള്ള കുട്ടിക്ക്. പക്ഷേ ലാസ്റ്റ് ഒരു മഴ കൊണ്ട് ഇട്ടിട്ട് അത് നമുക്ക് ഓക്കൊരു 5 മഴ കൊണ്ട് ഇട്ടിട്ട് ഓക്ക് വീണ്ടും വാതിലിനെ തല്ലിപ്പൊടി. ഒരു 5 ഓർക്ക് ഇട്ടിട്ടു. 5 ഓക്കിനെ കോമൺ ഒരു ട്രീ ആയതുകൊണ്ട് നമുക്ക് എവിടെ പോയാലും ഓക്ക് കിട്ടൂടാ. കുറേ കിട്ടും. അത് നോർമലി ഈ ബയോമാണെങ്കിൽ പറയണ്ട വിഷയമാണ്. എഫിഷ്യൻറ്റ് ഫാമിനെക്കാട്ടും എഫിഷ്യൻ്റാണ് ഒരു ഓക്ക് ട്രീ എന്ന് പറയുന്നത്. കുറേ കിട്ടും. ഓക്കിൻ്റെ ബയോമിന് എന്തോടെന്ന് പറയും. മറ്റേ ഏറ്റവും കൂടുതൽ കിട്ടുന്ന വുഡ് മറ്റേതാണ് ജംഗിളിലുള്ള. അവിടത്തേക്ക് എന്താണ് പൊക്കം കണ്ടുണ്ടാവും. ഒരു മരത്തിൽ നിന്ന് തന്നെ ഒരു പകുതി സ്റ്റാക്ക് കിട്ടും, 1/2 സ്റ്റാക്ക് കിട്ടും. അതുകൊണ്ട് ലാഭമാണ് അവിടുത്തെ താമസിക്കണം. എനിക്ക് ജംഗിളിനോട് വലിയ താല്പര്യം. പിന്നെ ഞാൻ ജംഗിളിൽ പോകണം തന്നെ ആ പട്ടിയാവും ചെയ്യാം. അതിന് പിന്നെ പാരറ്റിനെ എടുക്കാനാണ്. ഇല്ലാണ്ട് ഞാൻ അവിടെ പോവാറില്ല. എനിക്കത് ഇഷ്ടമല്ല അവിടെ താമസിക്കുന്നത്. ഞങ്ങളുടെ വീട് ഇവിടെ നിന്ന് കാണിച്ചിട്ടുണ്ടല്ലേ സ്കൂൾ വീടിൻ്റെ ഉള്ളിൽ ഇപ്പം എന്തായാലും വരെ സോംബിയ കയറിയിട്ടാണ് മറ്റു വഴി. ഫ്യൂച്ചറിലുള്ളൊരു കാര്യം കെട്ടിപ്പൊക്കന്നെ ചത്തില്ലെങ്കിൽ. ഞാനിപ്പോഴും പറയണത് എന്താ വെച്ചാൽ എപ്പോൾ ആൾക്കൊണ്ടാക്കി ഞാൻ ചാറുണ്ടോ എന്താ എനിക്കെന്നുള്ള. എപ്പോൾ ആൾക്കൊണ്ടാക്കി ഞാൻ എൻ്റെ ആ സർവ്വനെ ചാവും. ഇതെന്ത് ഇട്ട് കയറിയില്ല, ചാടിയിട്ട് കയറിയില്ല. ലാഗില്ല. നല്ല ലൈൻഡി. ഇനി ഉണ്ടേനില്ല എനിക്കൊന്നും പറയില്ല കേട്ടോ. എനിക്ക് എനിക്ക് ഇതിൽ ഏറ്റവും മടിയുള്ള കാര്യം എന്ന് വെച്ചാൽ മൈൻഡാണ്. ഏത് പ്ലേയേഴ്സിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് മൈന്. അതില്ലാത്തൊരു ഗെയിമില്ല ഇങ്ങനെ സർവൈവ് ചെയ്യണേൽ. ശോകം പരിപാടികളാ മൈനിങ് തേങ്ങ. ഒരു യൂട്യൂബേഴ്സിന് ഇഷ്ടമല്ല മൈൻ ചെയ്യാൻ. അതേപോലെ തന്നെ എനിക്കും ഇഷ്ടമല്ല മൈൻ ചെയ്യാണ്ട് ഒന്നും നടക്കും നമ്മുടെ. ഇനി എന്തോരം പ്രോജക്റ്റ് എടുക്കണം, അതിനൊക്കെ ഞാൻ മൈൻ ചെയ്യണം. മൈൻക്രാഫ്റ്റ് കളിക്കാൻ സത്യം പറഞ്ഞാൽ സമ്മതിച്ചെടുക്കണം കേട്ടോ. അവരൊക്കെ എന്തോരം മൈൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പം നെതറൈറ്റ് ഉണ്ടാകാനൊക്കെ പോലെയാണ്. എനിക്ക് ആലോചിക്കാൻ വയ്യ എന്ത് കഷ്ടപ്പാടായിരിക്കും. നല്ല കഷ്ടപ്പാടുണ്ടാകും കാര്യം പറയാം. തീർന്ന് എടാ ചട്ടി. ഞാൻ ഇവിടെ ഒന്ന് മനസ്സിലെ ഇവിടെ ഒക്കെ എടാ എടുക്ക കുറ്റ 1 2 3. ഓ
ഇനി ബ്രിഡ്ജ് ഒരു ബ്രിഡ്ജ് അവിടെ നിന്ന് കിട്ടോ എത്ര 1 2 3 ഒരു 3 ബ്രിഡ്ജ് ലോഗ് തരയോ അപ്പുറത്തെ അപ്പുറത്ത് പോയിട്ട് എന്തോ ഒരു 3 ബ്രിഡ്ജിനാണ് 3 ബ്രിഡ്ജ് ലോഗ് മതി ഓക്കെ ഇനി ഞാൻ വെട്ടാൻ പോകണ്ട മിക്കവാറും വരട്ടെ ഇപ്പത്തിനോട്ട് എനിക്ക് ഇങ്ങനെയാ ഇപ്പത്തിനോട്ട് എനിക്ക് ഈ റെക്കോർഡ് ചെയ്യാൻ സമയമില്ല മിക്കവാറിനാണിത് ഓഫ്ലൈനായിരുന്നു കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യം സോറി ഗൈസ് നമുക്ക് എല്ലാ വീഡിയോയിലും അങ്ങനെ ഇത് മൈൻഡ് ചെയ്യണോണ്ടാണ് എനിക്ക് തികയ്ക്കാൻ പറ്റാത്തത് ഇത് ഇങ്ങനത്തെ വീഡിയോ ആയതുകൊണ്ട് ഇങ്ങനെ ലൈവായിട്ട് ചെയ്യണ വീഡിയോ ആയതുകൊണ്ടല്ല കട്ട് ചെയ്ത് അതിനൊരു രസം ഉണ്ടാവില്ല നമ്മൾ പറയണതും നമ്മൾ കളിക്കുന്നതൊക്കെ കണ്ടാലേ ഒരു രസമുള്ളൂ ബട്ട് ഇതിൽ കട്ട് ചെയ്യാനും പറ്റില്ല കട്ട് ചെയ്യാൻ ഇതും കുറയും വീഡിയോൻ്റെ ലെങ്ത്തും കുറയും അതാണ് കുഴപ്പം അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല വീഡിയോ ആണൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്നത് വ്ളോഗ് അങ്ങനത്തെ ഇതൊക്കെ കട്ട് ചെയ്യണമെന്ന് രസമുള്ളൂ ഗായ്സ് ഫൈനലി ഫുള്ള് ബോർഡർ വെച്ചിട്ടുണ്ട് നമുക്കിത് ഫുൾ സ്ട്രിപ്പ് ചെയ്യണം എന്തല്ല ഇന്നത്തോടെ ഈ ഫുള്ള് സ്ട്രിപ്പ് ചെയ്തിട്ട് പറ്റണം ഈ ഒക്കെ തീരണം അതുവരെ ഞാനിന്ന് ഫുള്ളും ചെയ്ത് തീർക്കും വീഡിയോയിൽ എന്നിട്ട് ഞാൻ വീഡിയോ എന്ത് ചെയ്യുള്ളൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യണം നിങ്ങളെല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു നമുക്ക് നിങ്ങൾക്ക് എന്ത് പാട് നിങ്ങൾക്കൊന്ന് അത് പിടിച്ചൊരു ക്ലിക്ക് അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇനിയും എൻ്റെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ആ ബെല്ലിലേക്കും കൂടെ കണ്ട് ഓൺ ചെയ്തിട്ടേക്കൂ ലൈവൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും വ്യൂവേഴ്സ് എല്ലാം ലൈക്ക് ചെയ്യുക വീണ്ടും തോന്നി പൊട്ടും വരുന്നത് ക്രാഫ്റ്റ് കാരണം ഈ സ്ട്രിപ്പിന് എന്താടാ ഇത് ഇങ്ങനെ തോന്നിട്ട് പക്ഷേ ആക്സ് പെട്ടെന്ന് പൊട്ടും സ്ട്രിപ്പ് ചെയ്യുമ്പോൾ മരം വെട്ടുന്നതിനെക്കാട്ടും പെട്ടെന്ന് ആക്സ് പൊട്ടും സ്ട്രിപ്പ് ചെയ്യുമ്പോൾ അപ്പം അങ്ങനെയാണ് പിന്നെ അല്ലാണ്ട് ഏറ്റവും കൂടുതൽ ഇത് കുറഞ്ഞ ഇതാണ് ഞാനിപ്പോൾ എടുത്തേക്കണത് ആക്സ് ഇപ്പോൾ പൊട്ടും പൊട്ടി തേങ്ങ 2 ബ്ലോക്ക് വെള്ളേറ്റ് ബ്ലോക്ക് അപ്പോട്ട പൊട്ടി ടോർച്ചല്ല മോനെ ഇത് ഇതാണ് ഉണ്ടാക്കണ്ടനോ ഇവിടെ ഇരിക്കേണ്ട പൊട്ടാറായത് ഒരെണ്ണത്തിനൊരു കാര്യമുള്ളൂ ഇതുകൊണ്ട് തൊടുമ്പോൾ തന്നെ പൊട്ടും തേങ്ങ I am completed to stripping. Let's go നമുക്ക് ഇത് വെക്കാം കൂടി നമുക്ക് പൊട്ടിച്ചേക്കാം എന്തായാലും ഇത് നമുക്ക് നേരെ തിരിച്ചായിരിക്കണം അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതും കൂട്ടി ഇതും കൂടി തീരുന്ന കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണമായിരിക്കും അതായത് ഞാൻ ഓഫ്ലൈൻ ഇരുന്നത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത പാർട്ട് 5 ആയിട്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക 5 വരുമ്പോൾ ഈ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കാട്ടി തരാം വീഡിയോ ഫുള്ളും ഫർണിച്ചർ നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്യണമായിരിക്കില്ല അതിനുള്ള സാധനങ്ങളും മെറ്റീരിയൽസും ഒന്നും നമ്മുടെ ഇല്ല നമ്മുടെ ഉള്ള സാധനം വെച്ച് നമ്മൾ നാളെ ഒരു ചെറിയ പരിപാടിയുണ്ട് അതിന് പിന്നെ നമുക്ക് പ്രോജക്റ്റ് ബോർഡ് സെറ്റ് ചെയ്യണം ഇവിടെ അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രോജക്റ്റ് ബോർഡ് സെറ്റ് ചെയ്യണം ആ പ്രൊജക്റ്റ് ബോർഡ് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റാക്കാൻ ഫുള്ള്
പാർട്ട് 5 കൂടി കഴിഞ്ഞാൽ പാർട്ട് 6 തൊട്ട് ഫുൾ സെറ്റായിരിക്കും ഗൈസ്. ഫുൾ പവർ ആയിരിക്കും. ഫുൾ തരാം ഒന്നും പറയാം, ഫുൾ സെറ്റായിരിക്കും. പറയണില്ല, നമ്മൾ ഫുൾ സെറ്റായിരിക്കും. നമ്മുടെ സ്ട്രിപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും സ്ട്രിപ്പിയോടെ, അപ്പോൾ സ്ട്രിപ്പിൽ വെച്ചാൽ പോയാൽ മതി. അതും കഴിഞ്ഞ് സ്ട്രിപ്പ് ചെയ്യാതെയും കഴിഞ്ഞ് സ്ട്രിപ്പ് ചെയ്യാതെയും കഴിഞ്ഞ് ആദ്യം വെട്ടാൻ വേണ്ടി ആക്ഷൻ ഉണ്ടാക്കണ പോട്ടാ. ആക്ഷൻ ഉണ്ടാക്കാണ്ട മരം വെട്ടാൻ വേണേ. കയ്യും വെച്ചിട്ട് ഇന്ന് കയ്യും തോന്നല്ല. ഇജാതി എന്തിനാ ടോർച്ച് ഫസ്റ്റ് ഇങ്ങോട്ട് കയറിയാനെ എനിക്ക് അറിഞ്ഞൂടാ. ബെൽറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോന്ന്. 14 ഉണ്ടാക്കാൻ പറ്റും. എത്ര വേണം എനിക്ക്? പെട്ടടയ്ക്കാനുള്ള മച്ച് അതൊക്കെ നല്ലായി. എങ്ങനെ അടിച്ചവൻ ഇങ്ങനെ അഡിക്റ്റ് ആവുമെന്ന് അടിച്ചന് അവിടെ ചേർത്ത്. അവനെ അടിക്കാൻ വന്നേക്കാണ്. അവനെ തോണ്ട് നോക്കിയിരുന്നാൽ മതി. അതിനടുത്ത് അടിക്കാത്തതാണ്. അങ്ങനെ കൊന്നിട്ടുണ്ട്. നൈസ്. അപ്പം ഇത്തിലേക്കാണ് എനിക്ക് വേണം. അത് മയ്യാണ്. ഞാൻ അവിടെ നിന്ന് വെച്ച പറയാണ്ട് കാണാൻ ലെസ്കോ. ഇതും കൊണ്ട് പണി തീരുമെന്നാണ് എനിക്ക് തോന്നണേ. തീർന്നില്ല. നമ്മ ഹൗസിലായിരുന്നു തീരുന്നില്ല. എന്തായാലും ഈ വ്യക്തി എടുത്തിട്ട് നമ്മൾ സ്ട്രിപ്പ് ചെയ്യാൻ നിൽക്കാനുള്ള. നമ്മൾ സ്ട്രിപ്പും കൂടി ചെയ്തിട്ട് നിർത്താം. സ്ട്രിപ്പ് ചെയ്ത് നമ്മൾ നിർത്തുന്നതാണ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ലെങ്ത്തിൽ വേണോ അല്ലെങ്കിൽ ഇതിൽ വേണോ. അയ്യോ വീണ്ടും തീർന്നു ഗൈസ്. ഇതെന്ത് ഇങ്ങനെ തീർന്നത് എനിക്ക് മനസ്സിലായില്ല. ഇനി ഓഫ്ലൈനിൽ നിന്ന് കുറേ കംപ്ലീറ്റ് ചെയ്യാണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് വരുമ്പോഴേക്കും ചാവും. പിന്നെ നിങ്ങളൊക്കെ എക്സാം എപ്പോഴാണ് കഴിയണമെന്ന് കമൻറ്റിലേക്ക് കമൻറ്റ്. എക്സാം എപ്പോഴാണ് ചെയ്യണേ? എൻ്റെ നാളെ കഴിയും എക്സാം. ഇന്ന് സെക്കൻഡ് ക്ലാസ് എക്സാമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫുള്ള്. നമ്മൾ എക്സാമിനിടെ ഇത്രയും കഷ്ടപ്പെട്ട് സാക്രിഫൈസ് ചെയ്ത് ഇത്രയും വീഡിയോ നിങ്ങൾ കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നതാണ് വലിയൊരു വിഷമം. എക്സാമിൻ്റെ ഇടയിലും വീഡിയോ ഉണ്ടാണെങ്കിൽ എക്സാമിൻ്റെ ഇടയിൽ 2-3-4 ദിവസമൊക്കെ ഉള്ളൂ. അതെല്ലാ ദിവസവും എന്ന് വെച്ചാൽ എക്സാം ഉള്ള ദിവസം എക്സാം ഇല്ലാത്ത ദിവസം എല്ലായിടത്തും ഞാൻ റെക്കോർഡ് ചെയ്ത് എക്സാമിന് ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എക്സാമിന് പോകണം 1 മണിക്ക്. അപ്പോൾ ഞാൻ എക്സാമിന് പോകുന്നതിൻ്റെ മുമ്പാണ് ഇപ്പോൾ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്നത്. എന്നിട്ട് എക്സാം കഴിഞ്ഞ് വരുമ്പോൾ 6 മണിക്ക് ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്യണേ. ഹാർഡ്കോർ അവസാനിക്കാൻ വരെ അങ്ങനെ പോവുക. പിന്നെ ചില ദിവസം നമുക്ക് ഇടാണ്ടിരിക്കാണ്ട് വരും. അപ്പം നിങ്ങൾ വിഷമിക്കരുത്. എന്നുവെച്ചാൽ ഞാൻ ആംഗ്രി ആവരുത്. അത് പറ്റാത്ത ദിവസങ്ങൾ നമ്മൾ അങ്ങനെ ഇടണേ. അപ്പോൾ ഈ വീഡിയോയുടെ എത്തുകയും ചെയ്യണം പാർട്ട് 5 സോൺ. ഓക്കെ, പാർട്ട് 5 സോൺ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണാൻ കൂടെ നിങ്ങൾ എന്തായാലും 6 മണിക്കായിരിക്കും. ഞാനിപ്പോൾ ഇന്നലെ പറഞ്ഞത് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഉച്ചക്കാണ്, പരീക്ഷയ്ക്ക് പോകണതിൻ്റെ മുമ്പ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ചെയ്യണമായിരിക്കും. അപ്പോൾ ഞാൻ നാളെ വരുമ്പോൾ പാർട്ട് 5 നാളെ വരുമ്പോൾ ഞാൻ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് സെറ്റാക്കി. ഫർണിച്ചർ സെറ്റാക്കി. ഫർണിച്ചറിനുള്ള മെറ്റലില്ല. അപ്പോൾ വീഡിയോ ചൂട് തന്നെയാണ്. ബൈ ബൈ, ടാറ്റ.